അങ്ങനെ ഡോക്ടറെ കാണിച്ചു. വീണ്ടും ഇത് വെച്ച് കെട്ടി, വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. ഇത് വെച്ച് കെട്ടിയിട്ട് ഇനി അത് കുറഞ്ഞു വരണം, അല്ലാത്ത പക്ഷം ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. പണി പിന്നെയും പാളിക്കായി. ഇന്നലെ ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ടുണ്ടായി, പക്ഷെ ഇന്നലത്തെക്കാട്ടിലും ഒരുപാട് വീക്കം കുറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നോട് ഇനി ഇഞ്ചക്ഷൻ ചെയ്യരുത് എന്ന് പറഞ്ഞു. ഇനി തലവേദന വന്നാൽ കർത്താവേന്നൊരു നീട്ടി വിളിയ കേൾക്കാതിരിക്കില്ലല്ലോ. പടച്ചോനേന്ന് വിളിച്ച്, കൃഷ്ണാന്ന് വിളിച്ച്, ഇനി കർത്താവിനെന്ന് വിളിച്ചു നോക്കുക. ഇവൻ കേട്ടാലോ? ഞാൻ എല്ലാവരെയും വിളിക്കലുണ്ട് കേട്ടോ. ചില സമയം പടച്ചോനേന്ന് വിളിക്കും, ചില സമയം കൃഷ്ണാന്ന് വിളിക്കും. മിക്കതും എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് എനിക്ക് അറിയൂല. ഞാൻ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടിട്ടുണ്ട്, ഈ സിനി എന്ന് പറഞ്ഞിട്ടുള്ള. എൻ്റെ ഒരു അറിവിൽ അവളെ ഒരു ക്രിസ്ത്യനുള്ളായിരുന്നു. അപ്പോൾ കൂടെ പഠിച്ചതായാലും ഒരു ക്രിസ്ത്യാനികളെ അറിയുന്ന ഒരു സംഭവം എനിക്ക് സിനിനെ മാത്രമേ ഉള്ളൂ. പക്ഷേ സിനി ഇന്നേ വരെ കർത്താവേന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടില്ല. അവൾ അയ്യോ അയ്യോ എന്നും പറഞ്ഞിട്ട് ദൈവമേന്ന് വിളിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട് ആളാണ്. പക്ഷേ ഞാൻ എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം തൊട്ടിട്ട് എൻ്റെ വായിൽ അനങ്ങിയ കർത്താവേന്നാണ് വിളി വരിക. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നിട്ട് പണ്ടൊക്കെ എൻ്റെ അമ്മ അങ്ങനെ ചുണ്ടിന് ഞൊട്ടിയായിരുന്നു കർത്താവേന്ന് വിളിക്കുമ്പോഴേക്കും. ഇപ്പോഴും ഞാനത് തുടർന്നുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുഞ്ഞിലേ തൊട്ടിട്ടുള്ള ശീല. അപ്പോൾ ഇവിടുന്ന് കിട്ടിയതാണെന്നുള്ളത് തന്നെ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ആദ്യമൊക്കെ കുരിശു ഇട്ടിട്ട് നടക്കുകയായിരുന്നു, പിന്നെ അത് കാലക്രമേണ അതങ്ങ് ഒഴിവാക്കി. അങ്ങനെയാണ് സംഭവം. എനിക്ക് രണ്ടാമതൊരു കുരിശ് മേടിക്കണമെന്നുണ്ട്. നോക്കട്ടെ, ഇന്ന് തന്നെ അങ്ങ് മേടിച്ചാലോ. അപ്പം അങ്ങനെയാണ്. എന്നിട്ട് കർത്താവേ വിളിയ. ആരെങ്കിലും ഒരാൾ കേൾക്കാതിരിക്കില്ലല്ലോ. ചെറിയ ഗൈസ് മെഡിസിൻ വാങ്ങാൻ പോയിട്ടുണ്ട്. അവില് ഞാൻ പെട്ടെന്ന് ഡോക്ടറെ കളിയാക്കുക. അവിലെന്ന് പറഞ്ഞിട്ട് അലർജിയുടെ ഒരു ഗുളിക ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അവിലും പഴവും മേടിച്ചാൽ മതി എന്നോടാണ്. അവിലും പഴവും ഇങ്ങനെ മേടിച്ചോ, പക്ഷേ ചൊറിച്ചിൽ മാറുമെന്ന് ഞാൻ വിചാരിക്കണ്ടെന്ന്. അങ്ങനെ നല്ല ഡോക്ടറാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞിട്ട് ആൾ നല്ല കമ്പനിയാണ്. ഞാൻ പോയാൽ കഥയും പറഞ്ഞ് നടക്കത്തിരിക്കും, പേഷ്യൻ്റ് അപ്പുറം ഉണ്ടാവും. നമ്മളെന്താ പറയുക, മതത്തെ വെച്ച് താരതമ്യം ചെയ്യാത്തൊരു ഡോക്ടറാണ്. ഞാൻ കൃഷ്ണനെ വരയ്ക്കുന്നതാണെന്നറിയാം. ആൾ ഭയങ്കര ഒരു ഇസ്ലാം മതവിശ്വാസിയാണ്. പക്ഷേ ഇന്നേ വരെ അങ്ങനത്തെ ഒരു രീതിയിൽ എന്നോട് പെരുമാറിയിട്ടില്ല. നീ ഇവിടെ നിൻ്റെ തൊഴിലല്ലേ, നീ വരയ്ക്കുന്നതിന് എന്താന്ന് ചോദിക്കും. അതാണ് അതാ ഷഫീന ബീബി വന്ന വിഷ്വല് കിട്ടിയത്. അത് വേറെ വണ്ടിയാ, മറ്റേതാ കോപ്പിറൈറ്റ് ഇപ്പൊ കിട്ടും. ഓക്കേ, ടാറ്റാ.